നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ കരുവാക്കി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് സ്വർണം കടത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കുകയാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ. വിമാന ടിക്കറ്റുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും തരാമെന്നൊക്കെ വാഗ്ദാനം നൽകിയാണ് പ്രവാസികളെ കരിയർമാരാക്കുന്നത്. വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് തകൃതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിവിദഗ്ധമായി സ്വർണം കടത്താൻ ശ്രമിക്കുന്നത് പോലും പിടികൂടാറുണ്ട്. വിദഗ്ധ പരിശോധനയിലൂടെയും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലൂടെയും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 14 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് സ്വർണം കടത്തിയത്. സ്വർണം കടത്താനായി ശ്രമിച്ച തമിഴ്നാട് തിരുനെൽവേലി മേലെപ്പാളയം സ്വദേശി സെയ്ദ് മുഹമ്മദ് അബ്ദുൽ ഖാദറിനെ കസ്റ്റംസ് പിടികൂടി. 28 വയസ്സുള്ള യുവാവാണ്. ഇന്നലെ രാത്രി 8-ന് ഷാർജയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് 546 നമ്പർ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ. 228 ഗ്രാം തൂക്കം വരുന്ന സ്വർണം 2 കട്ടിംഗ് ചെയിനുകളിലാക്കി കറിക്കത്തികളുടെ ബോക്സിൽ പ്രത്യേകതരം പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഒളിപ്പിച്ചു കടത്താനായി ശ്രമിക്കുകയായിരുന്നു ഇയാൾ. കസ്റ്റംസിന്റെ എക്സ്റേയിൽ ലഗേജിൽ സംശയം തോന്നിയതിനെ തുടർന്ന് എയർ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ വിശദമായി ലഗേജുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്താനായത്. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രമല്ല, കരിപ്പൂർ വിമാനത്താവളത്തിലും കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയതോടെ സ്വർണ്ണക്കടത്ത് സംഘം പിടിയിലാകുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിലും കരിപ്പൂരിൽ സ്വർണം പിടികൂടുന്നുണ്ട്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 1,19,77,400 രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇതോടെ കഴിഞ്ഞ ആഴ്ചക്കിടെ 52 കോടിയിലേറെ രൂപ മൂല്യമുള്ള സ്വർണ്ണ മിശ്രിതമാണ് കസ്റ്റംസ് പിടികൂടിയത്. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്ത CISF കമാൻഡ് നവീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ സസ്പെൻഷനിലാണ്. എന്നാൽ ഇപ്പോഴും സ്വർണ്ണക്കടത്തിന് ഒരു മാറ്റവുമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യ, ബഹ്റൈൻ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 3 യാത്രക്കാരിൽ നിന്നാണ് ശനിയാഴ്ച സ്വർണ്ണ മിശ്രിതം പിടികൂടിയത്. റിയാദിൽ നിന്ന് എത്തിയ പുലാമന്തോൾ ചെമ്മലശ്ശേരി മുഹമ്മദ് റഫീഖ് എന്ന 34-കാരനിൽ നിന്ന് 57,69,600 രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 4 ക്യാപ്സൂളുകളിലായി 960 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഇയാൾ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതെന്ന് കസ്റ്റംസ് അധികൃതർ പറഞ്ഞു. ബഹ്റൈനിൽ നിന്ന് വന്ന വടകര, വില്യാപ്പള്ളി, ഈങ്ങാട്ട്, താഴക്കുനി, സൽമാൻ ഫാരിസിൽ നിന്ന് 46,87,800 രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. 3 ക്യാപ്സൂളുകളിലായി 877 ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.